എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോർമൻ കോൺക്വസ്റ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ തുടക്കം നമ്മൾ പറഞ്ഞു വെച്ചു, എങ്ങനെ കോൺക്വസ്റ്റിലേക്ക് എത്തി, അതിനുശേഷം വില്യം കോൺകറർ എങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ പരമാധികാരിയായിട്ട് മാറി, അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും അദ്ദേഹം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ചർച്ച് റീഫോംസിനെ കുറിച്ചും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുത്തിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നമുക്കറിയാം, ഭാഷ എന്ന് പറയുന്നത് എപ്പോഴും ആശയവിനിമയം പൂർണ്ണമാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധി മാത്രമാണ്. അത്തരത്തിലുള്ളൊരു ഉപാധിയെ അതിനെ ഇംഗ്ലീഷിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്കുള്ള മാറ്റത്തിന് കാരണമാക്കി തീർത്ത വ്യക്തിയാണ് ഈ പറയുന്ന നോർമൻ കിങ് ആയിട്ടുള്ള വില്യം കോൺകററും അദ്ദേഹത്തിൻ്റെ തുടർന്ന് വന്ന ബാക്കി റൂളേഴ്സൊക്കെ തന്നെ. അപ്പം എങ്ങനെയാണ് ഈ മാറ്റം ഇംഗ്ലീഷ് ലാംഗ്വേജിനും ഇംഗ്ലീഷ് പീപ്പിളിനും ആക്സെപ്റ്റബിൾ ആയത് എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രധാന മാറ്റം ആംഗ്ലോ സാക്സൺ ഓൾഡ് ഇംഗ്ലീഷിനെ ഫ്രഞ്ച് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻ്റർചേഞ്ച് അവിടെ സാധ്യമാക്കിയെടുത്തു എന്ന് വേണം പറയാനായിട്ട്. ആക്ച്വലി അതുവരെ ഫ്രഞ്ച് എന്ന് പറയുന്ന ഭാഷ ഫ്രാൻസിൻ്റെ ഔദ്യോഗിക ഭാഷയായിട്ട് നിലനിൽക്കുകയും ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നിടത്ത് ആ ഭാഷയെ അങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടേക്ക് ഫ്രഞ്ചിനെ കൊണ്ടുവരാൻ നോർമൻസിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞിരുന്നു, ഫ്യൂഡലിസം. ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്ന നോബിലിറ്റി എന്ന് പറയുന്ന കസ്റ്റം, ഒരു നോബിൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് ലാൻഡ് ഏരിയ അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു, അതിലേക്ക് കോമൺ പീപ്പിളിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ആ പണിയെടുത്തതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് ഒരു വിഹിതം കിങ്ങിന് കൊടുക്കുന്നു. ഒപ്പം തന്നെ സോൾജിയേഴ്സിന് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ കിങ് എപ്പോഴാണോ സോൾജിയേഴ്സിന് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിങ് ആർമിയിൽ നിന്നും ഒരു വിഹിതത്തെ കിങ്ങിന് കൊടുക്കണം. ഇത്രയുമാണ് ഇംഗ്ലീഷ് നൊബിലിറ്റി എന്ന് പറയുന്നത്. ആ ഇംഗ്ലീഷ് നൊബിലിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂഡലിസം എന്ന പുതിയൊരു സിസ്റ്റം കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ് ആര് ചെയ്തത്? നോർമൻ കിങ്സ് ഇംഗ്ലണ്ടിൽ ചെയ്തത്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്ന മാറ്റം, അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന രീതിയിൽ അതിന് സംഭവിച്ച മാറ്റങ്ങളും, ഫ്യൂഡലിസം എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റം ഇംഗ്ലണ്ടിൽ കൊണ്ടുവരാൻ നോർമൻസ് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നോർമൻ കോൺക്വസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ദ റിസൾട്ടിംഗ് ഇഫക്റ്റ് were crucial in the formation of English language. Some scholars argue that probably the most regrettable effect of the Norman conquest was the total eclipse of English vernacular as the language of literature, law and the administration. അപ്പോൾ ഇവിടെ പറയുകയാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു തകർച്ച അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം. എക്ലിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നിങ്ങൾ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എക്ലിപ്സ് മീൻസ് ഒന്നിനെ മറച്ചു പിടിക്കലാണ്. സൂര്യനെ പൂർണ്ണമായിട്ടും ഭൂമി മറയ്ക്കുന്ന അവസ്ഥ. ആ അവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ളൊരു അവസ്ഥയാണ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഇംഗ്ലണ്ടിൽ സംഭവിച്ചത്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന അവരുടെ വെർണക്കുലർ ലാംഗ്വേജ്, വെർണക്കുലർ മീൻസ് പ്രാദേശിക ഭാഷ, അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്ന, അവരുടെ നാട്ടിൽ പുറങ്ങളിൽ ഉൾപ്പെടെ രാജാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ ലാംഗ്വേജിനെ ഫ്രഞ്ച് എന്ന് പറയുന്ന മറ്റൊരു ലാംഗ്വേജ് കൊണ്ട് മറച്ചു പിടിക്കുക. ആ മറച്ചു പിടിക്കലാണ് ഇവിടെ ഫ്രഞ്ച് അല്ലെങ്കിൽ നോർമൻ കിങ്സ് ഇംഗ്ലണ്ടിൻ്റെ അധികാരത്തിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത് എന്നാണ് ബഹുഭൂരിപക്ഷം റൈറ്റേഴ്സും അവകാശപ്പെടുന്നത്. The immediate result was the banishment of the Anglo-Saxon form from the official documents and the other records. പൂർണ്ണമായിട്ടും ആംഗ്ലോ സാക്സൻസിനെ ഒഴിവാക്കി.
ആംഗ്ലോ സാക്സൻസിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിനെ ഒഴിവാക്കി എന്നാണ് അർത്ഥം. അവിടെ ആ ഗ്രൂപ്പിനെ ഒഴിവാക്കി മാറ്റി നിർത്തി എന്നുള്ളതല്ല, ആ ലാംഗ്വേജിനെ നീക്കി നിർത്തി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണത് ഉപയോഗിച്ചിരിക്കുന്നത്. Latin and Norman French widely used by the conquerors. All the Norman aristocrats deliberately kept away from Anglo-Saxon language since they considered it as the language of ignorant laymen. One of the major setbacks to Old English can be seen in the preparation of Domesday Book. For details, see Domesday Book by William. അടുത്തൊരു കാറ്റഗറിയാണ് ഡൂംസ്ഡേ ബുക്ക്. ഡൂംസ്ഡേ ബുക്കിൽ പറയുന്നത് ഫ്യൂഡൽ ലോർഡ്സ് എത്ര പേരുണ്ടെന്ന് കണക്കാക്കി അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഒരു കള്ളി വരച്ച് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് അതിലൊരു കള്ളി തിരിച്ച് 1 2 3 4 ഇങ്ങനെ നമ്പർ ഇട്ടതിന് ശേഷം ആരാണോ ഫ്യൂഡൽ ലോർഡ് എക്സ് വൈ സെഡ് എനിവൺ അവരെ ഇന്ന മാസം അല്ലെങ്കിൽ ഇന്ന വർഷത്തിൽ എത്ര ഫ്യൂഡൽ ഡ്യൂ അടയ്ക്കാനുണ്ട്. അപ്പോൾ മുകളിൽ വർഷമാവാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മന്ത് ആവാം. അപ്പോൾ 1 2 3 4 5 ഇങ്ങനെ മന്തുകൾ എഴുതി എക്സ് തരാനുള്ള പൈസ, വൈ തരാനുള്ള പൈസ, സെഡ് തരാനുള്ള പൈസ, എ തരാനുള്ള പൈസ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതിനെ റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കുക. ഫസ്റ്റ് മാസം പൈസ തന്നു, ഇവിടെ തന്നിട്ടില്ല, ഇവിടെ പൈസ തന്നു, ഇവിടെയും പൈസ തന്നു, ഇവിടെ പൈസ തന്നു, ഇവിടെ പൈസ തന്നു, ഇവിടെ പൈസ തന്നിട്ടില്ല, ഇവിടെയും തന്നിട്ടില്ല. ഇങ്ങനെ ഒരു കൃത്യമായിട്ടൊരു കണക്ക് സൂക്ഷിക്കുന്നതിനെയാണ് ഡൂംസ്ഡേ ബുക്ക് എന്ന് അറിയപ്പെടുന്നത്. ഈ ഡൂംസ്ഡേ ബുക്ക് കൃത്യമായിട്ടുള്ള കണക്ക് രാജാവിന് കിട്ടും. ഏതൊക്കെ ഫ്യൂഡൽ ലോർഡ് പൈസ അടയ്ക്കാനുണ്ട്, ആരൊക്കെ അടച്ചിട്ടുണ്ട്, അപ്പം എത്ര ടോട്ടൽ വരുമാനമുണ്ട്, ഇനി എത്ര കിട്ടാനുണ്ട്, ഇത്തരം കണക്കുകൾ സൂക്ഷിക്കുന്നതിനെയാണ് ഡൂംസ്ഡേ ബുക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ പുസ്തകം പോലും നോർമൻസ് ബോധപൂർവം എന്ത് ചെയ്തു? ഫ്രഞ്ച് ലാംഗ്വേജിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്തു. അപ്പം എന്താ പ്രശ്നം? ഇംഗ്ലണ്ടിലെ ബാക്കി ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുന്നില്ല ഫ്രഞ്ച്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾഡ് ഇംഗ്ലീഷ് എന്നറിയപ്പെടുന്ന ആംഗ്ലോ സാക്സൺ ഇംഗ്ലീഷ് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ബോധപൂർവം എങ്ങനെ ഇംഗ്ലീഷിനെ മാറ്റി അവിടെ ഫ്രഞ്ചിനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളത് അറിയാൻ വേണ്ടി തന്നെയാണ് ഇവരിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ആദ്യം ഇംഗ്ലീഷ് ഭാഷയെ തന്നെ മാറ്റി നിർത്തി അവിടേക്ക് ഫ്രഞ്ചിനെ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫ്യൂഡൽ ലോർഡ്സിൻ്റെ ഈ കണക്കെഴുതുന്ന പുസ്തകം ഡൂംസ്ഡേ ബുക്ക് എന്നറിയപ്പെടുന്നത് വില്യം കോൺകറർ കൊണ്ടുവന്നത് തന്നെയാണ്. പക്ഷെ അദ്ദേഹം കൊണ്ടുവന്നത് അദ്ദേഹത്തിന് എത്ര പൈസ കിട്ടാനുണ്ട്, എത്ര പൈസ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളതിൻ്റെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതും അവർ കൃത്യമായിട്ട് ഫ്രഞ്ച് ലാംഗ്വേജിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. This voluminous work asserted the superiority of Norman French over Old English. An Old English translation of Domesday Book was never written. എന്നാൽ ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാവാൻ വേണ്ടി, ഇംഗ്ലണ്ടിലുള്ള സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടി ഈ ഫ്രഞ്ച് പുസ്തകത്തിൻ്റെ ഒരു ട്രാൻസ്ലേറ്റഡ് വേർഷനെങ്കിലും തയ്യാറാക്കുക. നമ്മൾ ആൽഫ്രഡ് ദ ഗ്രേറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ലാറ്റിനിൽ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഓൾഡ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു കൊടുത്തു. എന്തിനു വേണ്ടി? ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ലാറ്റിൻ പഠിക്കുന്നതിനേക്കാൾ അവർക്ക് അറിയാവുന്ന ഭാഷയിൽ തന്നെ വിവരം നേടട്ടെ എന്ന് തോന്നിയതുകൊണ്ട്. പക്ഷെ അതിനു പോലും നോർമൻസ് തയ്യാറായില്ല. അവർക്ക് അറിയാം, ഓൾഡ് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാം, പക്ഷെ എന്നിട്ടും അവരതിൻ്റെ തർജ്ജമയ്ക്ക് തയ്യാറായില്ല. William also rewrote law codes using French vocabulary that slightly altered legal vocabulary. Domesday Book and law codes helped cement French into English legal practice and eventually general speech. ഇതൊന്നും പോരാണ്ട് ലോയിൽ അദ്ദേഹം മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ഡൂംസ്ഡേ ബുക്കിൽ ആദ്യം മാറ്റം കൊണ്ടുവന്നു, അതിനുശേഷം ലോയിൽ
അദ്ദേഹം ഫ്രഞ്ചിന് പരമാവധി ഇംഗ്ലീഷ് വേർഡുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഫ്രഞ്ച് വേർഡ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം എന്ത് സംഭവിക്കും? റൂള് വായിക്കുമ്പോഴും ഒരു ജനങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലിടയിൽ പോലും ജനറൽ സ്പീച്ചിൽ പോലും എന്ത് കൂടുതലായിട്ട് വരാൻ തുടങ്ങി? ഫ്രഞ്ച് കൂടുതലായിട്ട് കടന്നു വരാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആവശ്യവും അത് തന്നെയായിരുന്നു. വില്യമിൻ്റെ ആവശ്യവും അത് തന്നെയായിരുന്നു. ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഫ്രഞ്ചിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റണം. അങ്ങനെ ഇത് അടിത്തറയിട്ട് ഉറപ്പിച്ചു. ഫ്രഞ്ച് കൂടുതലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ത്രൂ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ലാൻഡ് ടെന്യൂർ വിത്ത് ഫ്രഞ്ച് നോബിൾസ്, വില്യം ഇൻട്രൊഡ്യൂസ്ഡ് ആൻ അരിസ്റ്റോക്രസി ഓഫ് ഫ്രഞ്ച് സ്പീക്കേഴ്സ്. അടുത്തത് അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞു ടെനന്റ് ഇൻ ചീഫിനെ നിയമിക്കുന്ന കാര്യം പറഞ്ഞു. അത് ഇതിലേക്ക് വരുമ്പോൾ ഇത്തിരി കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ടോട്ടൽ ലാൻഡിനെ ഡിവൈഡ് ചെയ്യും, എന്നിട്ടത് ടെനന്റ് ഇൻ ചീഫുകൾക്ക് വീതിച്ചു കൊടുക്കും. ഈ ടെനന്റ് ഇൻ ചീഫാണ്, നേരത്തെ ഞാനത് പറഞ്ഞിരുന്നതാണ്, ടെനന്റ് ഇൻ ചീഫാണ് പൈസ കളക്ട് ചെയ്ത് ടാക്സ് കളക്ട് ചെയ്ത് കിങ്ങിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ രൂപീകരിക്കുന്ന ടെനന്റുമാരിൽ കൂടുതൽ ആൾക്കാരും അദ്ദേഹത്തിന് താല്പര്യമുള്ള ഈ നോർമൻ പീപ്പിളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും അവരൊക്കെ തന്നെ സംസാരിക്കുന്നത് ഫ്രഞ്ച് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജനങ്ങൾ ഫ്രഞ്ച് സംസാരിക്കാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കും. അങ്ങനെ മാക്സിമത്തിൽ ഫ്രഞ്ചിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. ഫ്രഞ്ച് ലോൺ വേർഡ്സ് ബിഗാൻ ടു അപ്പിയർ ഇൻ ദി ഇംഗ്ലീഷ് lexicon immediately following the conquest. Nearly 200 years after the conquest, French was sufficiently established in England and rapidly gained popularity among the general public. ആകെ അവർ ഭരിച്ചത് വെറും 200 വർഷം മാത്രമാണ്. ഈ 200 വർഷം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇംഗ്ലീഷ് പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ആക്കി ഫ്രഞ്ചിനെ മാറ്റാൻ നോർമൻസിന് കഴിഞ്ഞു. 200 വർഷം ഭരണം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് പീരീഡ്, വളരെ കുറച്ചേ ഉള്ളൂ. ആ സമയം കൊണ്ട് തന്നെ അത്തരത്തിലൊരു നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നോർമൻസിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. As the primary language of the aristocratic portion of the society and the law, the French had a trickle-down effect on the common speech. Gradually, French became more attractive to English people during the Roman reign. ആണ് ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷിനേക്കാൾ നല്ല രീതിയിൽ എളുപ്പത്തിൽ ഫ്രഞ്ച് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ള രീതിയിലേക്ക് അവരുടെ താല്പര്യങ്ങളെ മാറ്റിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ബോധപൂർവമായിട്ടുള്ള ശ്രമം തന്നെയാണ്. അവർ തന്നെ പ്രതീക്ഷിച്ചതാണ് അങ്ങനൊരു രീതിയിലേക്ക്, ആ ഒരു ടേമിലേക്ക് ഇവരെത്തണം എന്നുള്ളത് അവർ ആഗ്രഹിച്ചത് തന്നെയാണ്. ആ ആഗ്രഹത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമാണ് ആ ഒരു 200 വർഷത്തെ ഭരണകാലഘട്ടത്തിനിടയിൽ നോർമൻസ് നേടിയെടുത്തത്. ആസ് ഫ്രഞ്ച് became more prevalent and desirable among the Englishmen, the number of French words included in the English speech and lexicon naturally increased. With the increased French influence on common English speech, formation of new words with French root and the affixes became common. Entirely new words formed from combination of existing French and English words. For example, the word hindrance resulted from a combination of the Old English verb hinder and the French suffix ans. അതായത് ഇംഗ്ലീഷ് ഫ്രഞ്ച് ലാംഗ്വേജുകൾ കൂടിച്ചേർന്നപ്പോൾ ഒരു കൾമിനേഷൻ ഓഫ് 2 ലാംഗ്വേജസ് സംഭവിച്ചപ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടായത് ഒരു പുതിയ ലാംഗ്വേജ് സിസ്റ്റമാണ്. ആ ലാംഗ്വേജ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ചില സഫിക്സും ചില പ്രിഫിക്സും. പ്രിഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രിഫിക്സ് മുൻപിൽ ഫിക്സ് ചെയ്യുക. സഫിക്സ് എന്തായിരിക്കും? അപ്പോൾ ഓട്ടോമാറ്റിക്കലി പുറകിൽ ഫിക്സ് ചെയ്യുക. അതായത് ഒരു വേർഡ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സിമ്പിൾ ഉദാഹരണം പറയാം, ഓൾഡ്.
അതിൻ്റെ കൂടെ ഒരു സഫിക്സ് ഞാൻ ആഡ് ചെയ്യാണ്, ഏജ്. ഓൾഡ് ഏജ് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ഓൾഡ് ഏജ് എന്ന് പറയുന്ന ഈ ഒരൊറ്റ സിംഗിൾ വേർഡ്, വാർദ്ധക്യകാലം. ഓൾഡ് പഴയതാണ്, ഏജ് വയസ്സാണ്. പക്ഷെ ഓൾഡ് ഏജ് എന്നുള്ള ഒരൊറ്റ സിംഗിൾ വേർഡിന്റെ അർത്ഥം വാർദ്ധക്യകാലം എന്നാണ്. അപ്പൊ അത് കോമ്പിനേഷനാണ്. ഓൾഡ് എന്നുള്ളത് ഇംഗ്ലീഷും ഏജ് എന്നുള്ളത് ഫ്രഞ്ചിൽ നിന്നുള്ള സഫിക്സ് ആണ്, പ്രിഫിക്സ് അല്ല, സഫിക്സ് ആണ്. വേർഡിന്റെ അവസാനമാണ് ഈ ഏജ് എന്ന് പറയുന്ന സഫിക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലുള്ളൊരു ഉദാഹരണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിൻഡർ എന്നുള്ള വാക്ക്, ഹിൻഡർ ഇത് ഇംഗ്ലീഷ് വാക്ക്, അതിൻ്റെ കൂടെ ആൻസ്, ANCE, ഹിൻഡറൻസ്, പുതിയൊരു വാക്കായിട്ട് രൂപപ്പെടുകയാണ്. ഒരുപക്ഷെ അർത്ഥം തന്നെ മാറ്റം ഉണ്ടായിരിക്കും. അതാണ് സഫിക്സിൻ്റെയും പ്രിഫിക്സിൻ്റെയും ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. മുൻപിലും ആഡ് ചെയ്യാം, പിൻപിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. Sometimes English words are formed entirely from French, as in the word courage. Courage coverage എന്താ? Coverage. കവർ എന്നുള്ളതൊരു സിംഗിൾ വേർഡാണ്. കവർ എന്നുള്ളത് ഒരു സിംഗിൾ വേർഡാണ്. അതിനൊരു സഫിക്സ് കൊടുക്കുകയാണ് നമ്മൾ. സഫിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഏജ് ആണ്, കവറേജ്. കവർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? മൂടി വെക്കുക. കവറേജ് എന്താ? ഒന്നിനെ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രോഗ്രാം കവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പകർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടിൻ്റെയും അർത്ഥം വ്യത്യാസം വരുന്നത് കണ്ടോ? ഒരു ഏജ് എന്ന് പറയുന്ന വാക്ക് സഫിക്സ് ആയിട്ട് ഇതിന്റെ കൂടെ കയറിയപ്പോൾ കവറേജ് ആയിട്ട് മാറി. ഫ്രഞ്ച് വേർഡ് കവർ ആൻഡ് ദി ഫ്രഞ്ച് സഫിക്സ് ഏജ്, അനദർ എക്സാമ്പിൾ ഓഫ് ദിസ് വേർഡ് borrowing in the Middle English word blehand. This is a derivation of the French word bleut, meaning a long garment. ഒരുപാട് വാക്കുകൾ ഫ്രഞ്ചിൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇംഗ്ലീഷ് ആക്കി മാറ്റിയിട്ടുള്ള ഒരുപാട് വാക്കുകളും അവൈലബിൾ ആയിട്ടുണ്ട്. The French element in the English language is extremely large. After 1250 Christian era, the numbers expanded and included words like coronation, princess, royal, inspiration, governor, chancellor, justice, penalty, cardinal, fortress, clergy, etc. ഒരുപാട് വാക്കുകൾ, ഏകദേശം ആയിരക്കണക്കിന് വാക്കുകൾ എന്നാണ് പല ഹിസ്റ്റോറിക്കൽ ബുക്സും പറയുന്നത്. അങ്ങനെ തന്നെ എന്താണോ ഫ്രഞ്ചിൽ ഉപയോഗിക്കുന്നത് അതേ വേർഡ് തന്നെ കൃത്യമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അതിന് ചില ഉദാഹരണങ്ങളാണ് ജസ്റ്റിസ്, പെനാൽറ്റി, അതുപോലെ തന്നെ കാർഡിനല്, ക്ലർജി തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാക്കുകൾ. അപ്പോൾ ചില വാക്കുകൾക്ക് കൂട്ടിച്ചേർക്കലുകൾ, മുൻപിലോ പിൻപിലോ ആഡ് ചെയ്യുന്ന ചില കൂട്ടിച്ചേർക്കലുകൾ. ചില വാക്കുകളെ സംബന്ധിച്ചിടത്തോളം ആ വാക്കുകൾ അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ്. മറ്റ് ചില വാക്കുകൾക്കാണെങ്കിൽ ഫ്രഞ്ചിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ വരുത്തിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷനിലൊരു മാറ്റം വരുത്തിയിട്ട് ചിലപ്പോൾ അർത്ഥം തന്നെ മാറിപ്പോകാവുന്ന വേറെ വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് കടമെടുത്തിട്ടുള്ള ഒരുപാട് വാക്കുകൾ ഫ്രഞ്ചിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. Thus, it is clear that a great number of French words were constantly used and accepted by the Anglo-Saxon society after the Norman conquest. The Norman conquest and its accompanying French linguistic impact was fundamental to the English language. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പോലും ഈ പറയുന്ന നോർമൻ കോൺക്വസ്റ്റിലൂടെ ഫ്രഞ്ചിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരുപാട് വാക്കുകളുടെ കൂടി
സഹായത്തോടു കൂടിയിട്ടാണ്. അല്ലാതെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് മാത്രം നിലനിൽപ്പുള്ള ഒരു ഭാഷയായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല. അതിന് പല ഭാഷകളിൽ നിന്നും പല സഹായങ്ങളും പലപ്പോഴായിട്ട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫ്യൂഡലിസം എന്ന വിഷയമാണ്. നോർമൻസ് കടന്നു വന്നതോടുകൂടി ഫ്യൂഡലിസം എങ്ങനെയാണ് ഇംഗ്ലണ്ടിൻ്റെ ജീവിത രീതിയുടെ ഭാഗമായി മാറിയത് എന്നാണ് നോക്കാൻ പോകുന്നത്. നോർമൻ ഫ്യൂഡലിസം. ഡിബേറ്റ്സ് ഓൺ നോർമൻ ഫ്യൂഡലിസം. Medieval historians have been discussing the origin of English feudalism and the impact of the Norman conquest on the English society over a century. But they have been unable to agree about whether feudalism or any of its elements existed in pre-Norman England or whether the conquest fundamentally transformed English society. Debates related with the question of feudal practices before Norman conquest of Britain have analyzed by famous historian on medieval England named വാരൻ ഹോളിസ്റ്റർ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു ചർച്ച നടക്കുകയാണ്, ഡിബേറ്റ് നടക്കുകയാണ്. ഡിബേറ്റിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് നോർമൻ കോൺക്വസ്റ്റിന് മുൻപ് തന്നെ ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസം നിലനിന്നിരുന്നോ, അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിന് സമാനമെന്ന് വിളിക്കപ്പെടാവുന്ന എന്തെങ്കിലും എലമെൻറ്റ്സ് നമ്മളിവിടെ കണ്ടിരുന്നു എന്നുള്ളതാണ് ഡൗട്ട്. ആ തർക്കത്തെക്കുറിച്ച് പല ഹിസ്റ്റോറിയൻസും അവരുടേതായിട്ടുള്ള രീതിയിൽ പല പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വാരൻ ഹോളിസ്റ്റർ. 1961 അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലിനെ കുറിച്ചിട്ട് പറയുകയാണ്. ഹോളിസ്റ്റർ ഹാസ് റിട്ടൺ എ ബുക്ക് ദ ഇമ്പാക്ട് ഓഫ് നോർമൻ കോൺക്വസ്റ്റ് ഇൻ 1969 ആണ്, 61 അല്ല 69, and an article titled The Norman Conquest and the Genesis of English Feudalism. ഇംഗ്ലീഷ് ഫ്യൂഡലിസത്തിൻ്റെ തുടക്കം എന്ന പേരിൽ 1961 അദ്ദേഹം ഒരു പേപ്പർ പ്രസൻറ്റേഷനും നടത്തുകയാണ്. 69 ഒരു പുസ്തകവും 61 അദ്ദേഹം അതിൻ്റെ ഒരു പേപ്പർ പ്രസൻറ്റേഷനിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന സംവിധാനം തുടക്കം കുറിക്കുന്നത്. നോർമൻ കോൺക്വസ്റ്റിന് മുൻപ് അത്തരം ഒരു രീതി ഇവിടെ ഉണ്ടായിരുന്നു, നോർമൻസ് വന്നതിന് ശേഷമാണോ അതിവിടെ ഇന്ത്യയിൽ വ്യാപകമായി തുടങ്ങിയത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. These works give us extensive bibliographical references about the ongoing debates concerned with the origin of feudalism in England. ഈ പുസ്തകം, ഈ രണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകവും അദ്ദേഹത്തിൻ്റെ റൈറ്റപ്പും നമുക്ക് ആവശ്യമായിട്ടുള്ള ചില ഹിൻസ് തരുന്നുണ്ട്. ഫ്യൂഡലിസം എന്ന് പറയുന്നത് നോർമൻ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് എന്ന് സ്ഥിരീകരിക്കാവുന്ന പല തെളിവുകളും നമുക്ക് തരുന്നുണ്ട്. A theory about Norman feudalism was formulated in 1891 by J.H. Round. J.H. Round in his book Feudal England claimed that William first introduced the feudal system in England. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുകയാണ്, വില്യം ഫസ്റ്റ് അഥവാ വില്യം കോൺകറർ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇംഗ്ലണ്ടിലേക്ക് ഫ്യൂഡലിസം എന്ന ആശയം കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു പറയുന്നു. വേർ ഇറ്റ് ഹാഡ് നോട്ട് പ്രീവിയസ്ലി എക്സിസ്റ്റഡ്. അതങ്ങനെ ഒരു സംഭവം, ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇംഗ്ലണ്ടിൽ അതിനു മുൻപ് നിലനിന്നിരുന്നില്ല എന്ന് J.H. റൗണ്ട് ഉറപ്പിച്ചു പറയുകയാണ്. He also postulated that the Norman conquest resulted in cataclysmic break with the Anglo-Saxon past. F.W. Maitland questioned the arguments of J.H. Round and maintained that a form of feudalism had existed in pre-Norman England. അപ്പോൾ അവിടെ മെയ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന അടുത്തൊരു റൈറ്റർ, മെയ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന മറ്റൊരു റൈറ്റർ പറയുന്നു, J.H. റൗണ്ട് പറയുന്നത് ശരിയല്ല, ഇംഗ്ലണ്ടിൽ നോർമൻസ് വരുന്നതിന് മുൻപേ ഫ്യൂഡലിസത്തിന് സമാനമായിട്ടുള്ള ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. But most historians in the first half of the 20th century, like F.M. Stanton, argued with the
postulation of J.H. Round. This group of scholars was called Orthodox School. അതായത് വാരൻ ഹോളിസ്റ്റർ, J.H. റൗണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ട സ്റ്റെൻടൺ ഉൾപ്പെടെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ഓർത്തഡോക്സ് സ്കൂൾ. എന്താ കാരണം എന്ന് വെച്ചാൽ അവരിത്തിരി പിന്തിരിപ്പനാണ്, എന്താ പറയുക, പിന്നാക്കം ചിന്തിക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ ഓർത്തഡോക്സ് എന്നുള്ള കാറ്റഗറിയിലാണ് അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന മെറ്റ്ലാൻഡ് ഉൾപ്പെടെയുള്ളവർ പുരോഗമനവാദികളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഇൻ റീസെൻറ്റ് ഡെക്കേഡ്സ് മെനി ഹിസ്റ്റോറിയൻസ് ഹാവ് ചാലഞ്ച് the so-called orthodox interpretation. They have claimed that Norman feudalism had some pre-Norman and Anglo-Saxon roots. എന്നാൽ ഈ സ്കൂളിനെ എതിർക്കുന്ന ഓർത്തഡോക്സ് സ്കൂൾ പറയുന്നത് ഫ്യൂഡലിസം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു നോർമൻ സിസ്റ്റം ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റമാണെന്നും ഇതിനു മുൻപ് അങ്ങനെ ഒരു സിസ്റ്റം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഓർത്തഡോക്സ് സ്കൂളുകാർ അവകാശപ്പെടുന്നത്. എന്നാൽ അതിനെ എതിർക്കുന്ന മെയ്റ്റ്ലാൻഡ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രത്യേകിച്ച് 20th സെഞ്ച്വറിയിൽ പലരും അവകാശപ്പെടുന്നു ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസത്തിന് സമാനമായിട്ടുള്ള ഒരു രീതി നിലനിന്നിരുന്നു. അതിൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് നോർമൻ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഫ്യൂഡലിസം എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. They strongly believed that the changes occurred in English society between 1050 and 1200 were caused not simply by the Norman conquest but also by more general factors that transformed much of West Europe during the same period. 1050 മുതൽ 1200 വരെയുള്ള കാലഘട്ടമാണ് നോർമൻ പീരീഡിലെ ചേഞ്ച് വന്ന കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങൾ പൂർണ്ണമായിട്ടും നോർമൻസിൻ്റെ മാത്രം കുഴപ്പമല്ല, വെസ്റ്റേൺ യൂറോപ്പിൽ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള ചേഞ്ചുകളെ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. ഇത് ഫ്യൂഡലിസം ഉൾപ്പെടെയുള്ളവ ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ്, അല്ലാതെ നോർമൻസ് വന്നതുകൊണ്ട് ഈ വർഷങ്ങളിൽ ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നു എന്നല്ല. എൻ്റയർ യൂറോപ്പിൽ, വെസ്റ്റേൺ യൂറോപ്പിൽ ഇങ്ങനെയൊരു മാറ്റം ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് നോർമൻസ് വന്നാലും സംഭവിക്കും, വന്നില്ലെങ്കിലും സംഭവിക്കുമെന്ന് അവകാശപ്പെടുന്നവരാണ് ഓർത്തഡോക്സ് സ്കൂളിന് എതിരായിട്ട് സംസാരിക്കുന്നത്. ഓർത്തഡോക്സ് സ്കൂൾ പറയുന്നു പൂർണ്ണമായിട്ടും നോർമൻസ് കാരണമാണ് ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. അലൻ ബ്രൗൺ ഇൻ ഹിസ് ബുക്ക്, അലൻ ബ്രൗൺ പുതിയൊരു റൈറ്റർ, അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് നോക്കാം. അലൻ ബ്രൗൺ in his book Origins of English Feudalism in 1973 tries to establish the validity of the orthodox interpretation. അലൻ ബ്രൗണും എന്തു പറയുന്നു? ഓർത്തഡോക്സ് സ്കൂൾ പറയുന്നതാണ് ശരി. ഇംഗ്ലണ്ടിൽ നോർമൻസ് വന്നതിന് ശേഷമാണ് ഇത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലുള്ളൊരു ഫ്യൂഡലിസം എന്ന സംവിധാനം ഉടലെടുത്തത് എന്ന് തന്നെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. Brown regards the conquest as cataclysm that destroyed a pre-feudal society and created a feudal one, and maintains that English feudalism had no pre-Norman origins. Brown says, of the many characteristic features of feudal societies, only 4 are fundamental or essential. First one, the knight, vassalic commendation, the fief and the castle. ഫീഫ് എന്ന് വെച്ചൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫീഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എ പോർഷൻ ഓഫ് ലാൻഡ്. അതുപോലെ തന്നെ നൈറ്റ് എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥൻ എന്നുള്ള രീതിയിലുള്ളൊരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ കാവൽക്കാരൻ അല്ലെങ്കിൽ കാവലാളൻ എന്നുള്ള അർത്ഥമൊക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ വെസാലിക് കമൻഡേഷൻ. അതുപോലെ മറ്റൊന്ന് പറയുന്നു കാസിൽ. കാസിൽ നമുക്കറിയാം കൊട്ടാരങ്ങളാണ്, കോട്ടകളാണ്. ഈ കോട്ടകളും കൊട്ടാരങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തിട്ടാണ് ഇദ്ദേഹം പറയുന്നത് 4 കാര്യങ്ങൾ: ഫീഫ്, നൈറ്റ്, കാസിൽ, അതുപോലെ തന്നെ വെസാലിക് കമൻഡേഷൻ. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ അതിനെ നമുക്കൊരു എന്തെന്ന് വിളിക്കാൻ പറ്റും? ഫ്യൂഡൽ സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റും. ഈ പറയുന്ന 4
ഈ പറയുന്ന 4 നോർമൻ കാലഘട്ടത്തിലെ ഇംഗ്ലണ്ടിൽ കണ്ടിരുന്നതാണ് എന്ന് ഇദ്ദേഹം ഉറപ്പിച്ചു പറയാണ് അലൻ ബ്രോൺ പറയുന്നു ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പിന്നെ ഫ്യൂഡലിസം എന്നാണ്. ഈ 4ഉം നമുക്ക് ഈ പറയുന്ന നോർമൻ കാലഘട്ടത്തിലെ ഇംഗ്ലണ്ടിൽ കാണാൻ കഴിയുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. He argued that all these fundamentals of feudalism are absent from pre-Norman England but present in the England soon after the Norman conquest. ഇതൊക്കെ ഇംഗ്ലണ്ടിലേക്ക് നോർമൻസ് കടന്നു വരുന്നതിന് മുൻപ് വരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ വന്നതിന് ശേഷം ഈ പറഞ്ഞ 4ഉം ഇംഗ്ലണ്ടിൽ കാണാനായിട്ട് തുടങ്ങി. Thus, Brown concludes that the introduction of feudalism into England by the Norman rulers molded by the English society into a feudal pattern which was to last for centuries. അതുകൊണ്ട് ബ്രൗൺ ഉറപ്പിച്ചു പറയാണ് ഇംഗ്ലണ്ടിലേക്ക് ഫ്യൂഡലിസം കൊണ്ടുവന്നത് നോർമൻസ് തന്നെയാണ്, അവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. From the above discussion, it can be seen that the origin of feudalism in England traced back to the period from Norman conquest. Now, let us discuss important features of Norman feudalism. അപ്പോൾ പലതരത്തിലുള്ള ധാരണകളുണ്ട്. ഫ്യൂഡലിസം ആദ്യം ഉണ്ടായിരുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്തതാണ് നോർമൻ കാലഘട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്നാൽ നോർമൻ കാലഘട്ടത്തിൽ മാത്രമാണ് ഫ്യൂഡലിസം ഇംഗ്ലണ്ടിലേക്ക് കടന്നു വന്നതെന്ന് അവകാശപ്പെടുന്ന ഓർത്തഡോക്സ് സ്കൂളുണ്ട്. 2 കൂട്ടരും പറയുന്ന രീതിയിലുള്ള ഒരു ഫ്യൂഡലിസത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്, അല്ലെങ്കിൽ ഫ്യൂഡലിസം എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ഫീച്ചേഴ്സ് ഓഫ് നോർമൻ ഫ്യൂഡലിസം. A consequence of William's land policies was the development of feudalism. Feudal practices were prevailed in Anglo-Saxon period. William made drastic changes in it to suit his needs. William let the Anglo-Saxon earls of Mercia and Northumbria keep their lands because they had not fight against William at Hastings. നോർത്തുംബ്രിയയെയും മേഴ്സിയെയും അദ്ദേഹം വെറുതെ വിട്ടു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ട് വാർ ഓഫ് ഹേസ്റ്റിങ്സിൽ പങ്കെടുക്കാതിരുന്ന, ഫൈറ്റ് ചെയ്യാതിരുന്ന 2 കൗണ്ടികളാണ് നമ്മൾ ഈ പറഞ്ഞ നോർത്തുംബ്രിയയും മേഴ്സിയും. അതുകൊണ്ട് അവർക്കെതിരെ അദ്ദേഹം വലിയ പോളിസികളൊന്നും നടപ്പിലാക്കിയില്ല. ദി ഓൺലി കണ്ടീഷൻ വാസ് ദാറ്റ് they accepted William's authority as king and as their feudal lord. ഫ്യൂഡൽ ലോർഡായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കണം, ഫ്യൂഡൽ ലോർഡായിരിക്കണം, ദെൻ കിങ്ങുമായിരിക്കണം. ഇത് അംഗീകരിക്കുന്നവർക്കൊക്കെ ലാൻഡിൻ്റെ ഉടമസ്ഥാവകാശം കൊടുക്കാൻ വില്യം തയ്യാറായിരുന്നു. William transferred land ownership from the Anglo-Saxon nobles who had not supported him to Normans. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ലാൻഡ് ഓണർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. ലാൻഡ് എല്ലാം വില്യമിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ ആദ്യം ലാൻഡ് ഉണ്ടായിരുന്ന ആംഗ്ലോ സാക്സൺസ് ഉണ്ടായിരുന്നു. ഈ ആംഗ്ലോ സാക്സൺസിനെ മാറ്റി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നോർമൻസിന് ആ ഭൂമി പതിച്ചു കൊടുത്തു. ഇതാണ് അദ്ദേഹം കൊണ്ടുവന്ന ഫ്യൂഡൽ ചേഞ്ച് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നോർമൻസിന് കൊടുക്കാൻ വേണ്ടി ആംഗ്ലോ സാക്സൺസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ലാൻഡ് മുഴുവൻ വില്യം പിടിച്ചെടുത്ത് അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നോർമൻസിന് അദ്ദേഹം വീതിച്ചു കൊടുത്തു. അവരെ പുതിയ ഫ്യൂഡൽ ലോർഡ്സ് ആക്കി മാറ്റി. These were men he could trust and rely on. Norman feudalism was different from Anglo-Saxon system in one important way. King William owned all the land. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കിങ്ങിൻ്റെ കീഴിലാണ് എല്ലാ ലാൻഡും ഇരിക്കുന്നത്. അദ്ദേഹം പതിച്ചു കൊടുക്കുന്ന നോർമൻസിന് മാത്രമേ അത് കൈവശം വയ്ക്കാനുള്ള അവകാശമുള്ളൂ. അല്ലാതെ അത് അവരുടെ ഭൂമിയല്ല. ഭൂമി കിങ്ങിൻ്റെ തന്നെയാണ്,
കിങ് തൽക്കാലം ഇവരെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതാണ് നമ്മൾ ഇവിടെ കാണാനായിട്ട് പോകുന്നത്. സാക്സൺ ലോർഡ്സിനെ മാറ്റി നോർമൻസിനെ ആ സ്ഥലത്ത് റീപ്ലേസ് ചെയ്തു. The system of giving land in exchange for duties had existed before the Norman conquest, but William confiscated land from Anglo-Saxons, which created whole new power structure Norman feudalism has based on royal strength. ഇതാണ് പ്രത്യേകത. ആംഗ്ലോ സാക്സൺ പീരീഡിൽ ഓരോ നോബിൾസിൻ്റെ കയ്യിലും സ്വന്തമായിട്ടുള്ള ഭൂമിയുണ്ട്. ഇവിടെ നോബിൾസിന്, നോർമൻ നോബിൾസിന് ഭൂമിയില്ല, ഫ്യൂഡൽ ലോർഡ്സിന് ഭൂമിയില്ല. ഭൂമി മുഴുവൻ ആരുടെയാണ്? രാജാവിൻ്റെയാണ്, വില്യമിൻ്റെയാണ്. എന്നിട്ട് ഈ റോയൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അത് സബ്ഡിവൈഡ് ചെയ്ത് പലരെയും ഏൽപ്പിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നോർമൻ കാലഘട്ടത്തിലെ ഇംഗ്ലണ്ടിൻ്റെ ഭരണരീതിയെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ അല്ലെങ്കിൽ പിരമിഡിയൽ സ്ട്രക്ചറാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഫ്യൂഡലിസം വാസ് ബേസ്ഡ് ഓൺ കോൺട്രാക്ട്സ് മെയ്ഡ് എമംഗ് ദി നോബിൾസ്. ഇൻ ഫ്യൂഡൽ സൊസൈറ്റി ദി ഓണർഷിപ്പ് ഓഫ് ലാൻഡ് വെസ്റ്റഡ് ഇൻ ദി കിങ്. King was theoretically occupied the apex of an imaginary pyramid. ഇതാണ് ഞാൻ പറഞ്ഞ പിരമിഡ്. ഇതൊരു ഇമാജിനറി പിരമിഡാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പിരമിഡ് ഇല്ല. അവർ പറയുന്നു ഈ പിരമിഡിൻ്റെ ടോപ്പിലുള്ള പൊസിഷൻ കിങ്ങിനാണ്. കിങ്ങിൻ്റെ കയ്യിലാണ് ലാൻഡ് മുഴുവൻ. എൻറ്റയർ കൺട്രി കിങ്ങിൻ്റെ കൺട്രോളിലാണ്. അത് കിങ് വീതിച്ച് നോബിൾ ഗ്രൂപ്പായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുന്നു. അവരെ വിളിക്കുന്ന പേരാണ് ടെനന്റ് ഇൻ ചീഫ്. ഈ ടെനന്റ് ഇൻ ചീഫിന് ഇപ്പോൾ ഒരു ടെനന്റ് ഇൻ ചീഫിന് 100 ഏക്കർ കിട്ടിയെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അതിനെ 10 ഏക്കറാക്കി 10 നൈറ്റ്സിനെ ഏൽപ്പിച്ചു കൊടുക്കും. ഇവരാണ് കാവൽക്കാർ, അല്ലെങ്കിൽ ഇവരാണ് ഇത് നോക്കേണ്ടവർ. അപ്പം നോബിൾസിൻ്റെ കീഴിൽ നൈറ്റ്സ് വരും. ഈ നൈറ്റ്സ് കിട്ടുന്ന 10 ഏക്കറിൽ പണിയെടുപ്പിക്കാൻ കോമൺ പീപ്പിളിനെ, അല്ലെങ്കിൽ സെർവ്സ്, സ്ലേവ്സ് എന്ന് വിളിക്കപ്പെടുന്ന കോമൺ പീപ്പിളിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അവരൊരു വിഹിതം എടുക്കുന്നു, ബാക്കി ടെനന്റ് ഇൻ ചീഫിന് കൊടുക്കുന്നു. ടെനന്റ് ഇൻ ചീഫ് അതിൽ നിന്നൊരു ലാഭം എടുക്കുന്നു, ബാക്കി കിങ്ങിന് കൊടുക്കുന്നു. ഈ ടാക്സ് കൊടുക്കുന്നത് മാത്രമല്ല കിങ്ങിന് കിട്ടുക. എപ്പോഴാണോ കിങ്ങിന് യുദ്ധത്തിൽ സോൾജിയേഴ്സിന് ആവശ്യമായിട്ട് വരുന്നത്, അപ്പോൾ കയ്യിലുള്ള സോൾജിയറിൽ നിന്ന് ഒരു വിഭാഗത്തിന് കൊടുക്കാൻ ടെനന്റ് ഇൻ ചീഫ്, നോബിൾ ഗ്രൂപ്പ് ബാധ്യസ്ഥരാണ്. അത് സത്യം ചെയ്തു കൊടുക്കണം. രാജാവിൻ്റെ പരമാധികാരത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, രാജാവിന് ആവശ്യം വരുമ്പോൾ സഹായിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഞങ്ങൾ സത്യം ചെയ്യുന്നു. ഈ 2 സത്യങ്ങളും പാലിക്കാൻ ഇവർ തയ്യാറായാൽ ഇവർക്ക് എത്ര ഭൂമി വേണമെങ്കിൽ വില്യം പതിച്ചു കൊടുക്കാൻ തയ്യാറാണ്. Immediately below him was his vassal, a hierarchy of nobles who held fiefs, a piece of land, directly from the king and were called tenant in chief. അപ്പം കിങ് ആണ് ഏറ്റവും മുകളിൽ. വെസൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സന്തത സഹചാരികൾ എന്ന് വിളിക്കാവുന്ന കൂടെ ഉള്ള ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് നോബിൾസിനെ വെസൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നേരിട്ട് കിങ് ഭൂമി പതിച്ചു കൊടുക്കും. അവരറിയപ്പെടുന്ന പേരാണ് ടെനന്റ് ഇൻ ചീഫ്. കാരണം അവരുമായിട്ടാണ് രാജാവിന് കോൺട്രാക്റ്റ് ഉള്ളൂ. The Normans split up the English land and retained and maintained their power by building castles. കാസിൽസിനെ കുറിച്ചിട്ട് പറയുന്നു. അവർ കോട്ടകൾ പണിയുന്നു, അവരുടേതായിട്ടുള്ള കൊട്ടാര സമുച്ചയങ്ങൾ ഉണ്ടാക്കുന്നു. ആസ് പവർ ബേസസ് ടു കൺട്രോൾ ഇംഗ്ലീഷ് പോപ്പുലേഷൻ. അപ്പോൾ ഈ നോർമൻസ് ആയിട്ടുള്ള നോബിൾ ഗ്രൂപ്പ് ഇവർ ടെനന്റ് ഇൻ ചീഫായിട്ട് ഇവർക്ക് അധികാരം കിട്ടിയപ്പോൾ ഇവർ കാസിൽ പണിയുന്നു. ആ കാസിലിൽ ഇരുന്നുകൊണ്ട് ഇവർ ഇംഗ്ലീഷ് പീപ്പിളിനെ, കോമൺ പീപ്പിളിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. Feudalism became a way life in medieval England and remained so for many centuries. William needed a way of controlling England so that the people remained loyal to him.
അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഭൂമിയൊക്കെ പതിച്ചു കൊടുത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഈ നോബിൾസിനെ കൊണ്ട് ഇംഗ്ലണ്ടിലെ സാധാരണ ജനങ്ങളെ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിർത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നോബിൾസിനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത്. വില്യം കൺസിഡേർഡ് ഓൾ ദ ലാൻഡ് ഇൻ ഇംഗ്ലണ്ട് ഹിസ് ഓൺ പേഴ്സണൽ പ്രോപ്പർട്ടി. ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി എന്ന പോലെയാണ് വില്യം ഉപയോഗിച്ചിരുന്നത്. ഗേവ് ഔട്ട് ഫീസ് to nobles who in return had give military service when required. William divided up England into very large plot of lands. These were given to those noblemen who had fought bravely for him in the battles, especially in Hastings. ഹേസ്റ്റിംഗ് വാർ നടക്കുമ്പോൾ ആരാണോ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ച നോബിൾസ്, അവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ലാൻഡൊക്കെ വീതിച്ചു കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം. അത് അദ്ദേഹം ആർക്ക് വേണമെങ്കിൽ വീതിച്ചു കൊടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ യുദ്ധത്തിൽ സഹായിച്ച എല്ലാവർക്കുമായിട്ട് അദ്ദേഹം അത് വീതം വെച്ചു കൊടുത്തു. അവർ രണ്ട് സത്യം ചെയ്യണം. ഒന്ന്, മിലിറ്ററി സർവീസ് ആവശ്യമുള്ളപ്പോൾ കൊടുക്കാൻ തയ്യാറാവണം. രണ്ട്, ടാക്സ് കളക്ട് ചെയ്ത് രാജാവിന് ഒരു വിഹിതം ഏൽപ്പിക്കണം. The land was not simply given to these nobles. They had to swear the oath of loyalty. Oath of loyalty എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിനോടുള്ള വിധേയത്വം കാണിക്കുന്ന ഒരു സത്യം ചെയ്യണം. ആ സത്യമാണ് ഞാൻ പറഞ്ഞത്. മിലിറ്ററി സർവീസ് രാജാവിന് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നൽകിക്കൊള്ളാമെന്നും കൃത്യമായി ടാക്സ് പിരിച്ച് അതിലൊരു വിഹിതം രാജാവിന് ഏൽപ്പിച്ചു കൊള്ളാമെന്നുമുള്ള അവരുടെ സത്യം ചെയ്യലാണ് ഓത്ത് ഓഫ് ലോയൽറ്റി എന്ന് പറയുന്നത്. Then they had to collect taxes in the area for him and they had to provide the king with soldiers if they were told to do so. എപ്പോൾ മിലിറ്ററി സർവീസ് ആവശ്യപ്പെടുന്നു, എപ്പോൾ ടാക്സ് ആവശ്യപ്പെടുന്നു, അപ്പോൾ ആ ഏരിയയിലുള്ള ടാക്സ് കളക്ട് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നോബിൾസിൻ്റെ ആണ്. മിലിറ്ററി സർവീസിൽ അവരുടെ സ്റ്റാൻഡിങ് ആർമിയിൽ നിന്ന് ഒരു വിഹിതത്തിന് രാജാവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നോബിൾസിൻ്റെ ആണ്. The men who got these piece of lands were called barons, earls, duke. ആരൊക്കെയാണോ ഈ നോബിൾ ഗ്രൂപ്പിൽ പെട്ട് രാജാവിൻ്റെ കയ്യിൽ നിന്നും ഈ ഭൂമി കിട്ടുന്നത് അവരെ വിളിച്ചിരുന്ന പേരാണ് ബാരോൺ, പ്രഭു എന്നാണ് അർത്ഥം. ഏൾ എന്ന് പറഞ്ഞാലും പ്രഭു എന്നാണ് അർത്ഥം. ഡ്യൂക്ക് എന്ന് പറഞ്ഞാലും പ്രഭു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അധികാരമുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ ബാരോൺ, ഏൾ, ഡ്യൂക്ക് എന്ന് പല പേരുകളിൽ ഈ പറയുന്ന ആളുകൾ അറിയപ്പെടാനായിട്ട് തുടങ്ങി. Within their own area, they were the most important persons there. In the terms of the feudal system, these men were called tenant in chief. അപ്പോൾ ഇവരൊക്കെ അടുത്ത കുറേ പേരുകളാണ്. നോബിൾസ് എന്ന് പറയുന്ന ഇവർക്ക് ടെനന്റ് ഇൻ ചീഫ് എന്ന് പറയുന്ന പേരുണ്ട്. ബാരോൺ എന്ന് വിളിക്കും, ഏൾ എന്ന് വിളിക്കും, ഡ്യൂക്ക് എന്ന് വിളിക്കും. എല്ലാം സെയിം തന്നെ. ഫ്യൂഡൽ ലോർഡിനെ വിളിക്കുന്ന പല പേരുകൾ, പ്രഭുക്കന്മാരെ വിളിക്കുന്ന പല പേരുകൾ എന്ന് മനസ്സിലാക്കി വെക്കുക. ദ ടെനന്റ് ഇൻ ചീഫ്, ഇനി ടെനന്റ് ഇൻ ചീഫിന് കിട്ടിയ ഭൂമി അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഡിവൈഡഡ് അപ്പ് ദെയർ ലാൻഡ് ആൻഡ് ദീസ് വെർ ഗിവൺ ടു ദി ട്രസ്റ്റഡ് നോർമൻ നൈറ്റ്സ്. നൈറ്റ്സിന് വീതം വെച്ച് കൊടുക്കും. നൈറ്റ്സ് എന്ത് ചെയ്യും? ഈച്ച് നൈറ്റ് വാസ് ഗിവൺ എ സെഗ്മെന്റ് ഓഫ് ലാൻഡ് ടു ഗവേൺ. ഓരോ ചെറിയ പോർഷൻ, ഇപ്പോൾ 10 ഏക്കറാണെങ്കിൽ 10 ഏക്കർ ഒരാൾക്ക് ഭരിക്കാൻ കൊടുക്കും, അടുത്ത 10 ഏക്കർ വേറെ ആൾക്ക് ഭരിക്കാൻ കൊടുക്കും. അങ്ങനെ ടെനന്റ് ഇൻ ചീഫ് അദ്ദേഹത്തിന് കിട്ടിയ 100 ഏക്കറാണെങ്കിൽ അത് 10 ആൾക്കായിട്ട് വീതം വെച്ച് കൊടുക്കും. ആ സ്ഥലങ്ങൾ ഭരിക്കേണ്ട ഉത്തരവാദിത്തം അവരുടെ ആയിരിക്കും. അവിടുന്ന് ടാക്സ് കളക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരുടെ ആയിരിക്കും. അവിടെ നിന്നൊരു മിലിറ്ററി വിങ്ങിനെ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം അവരുടെ ആയിരിക്കും. എന്നിട്ട് ഈ നൈറ്റ്സിനോട് മിലിറ്ററിയെ ടെനന്റ് ഇൻ ചീഫ് ചോദിക്കും, ടെനന്റ് ഇൻ ചീഫിനോട് മിലിറ്ററിയെ രാജാവ് ചോദിക്കും. ഇതാണ് അവിടുത്തെ ഒരു കൊടുക്കൽ വാങ്ങൽ സിസ്റ്റം എന്ന് പറയുന്നത്. Knight had to swear an oath to baron, duke or earl, collect taxes and provide soldiers from his land when they were needed. These lords worked to maintain law and order in their area. ഓരോ നൈറ്റും അവരുടെ ഏരിയയിലുള്ള ഈ പറയുന്ന ക്രമസമാധാനം, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്.
അത് കൃത്യമായിട്ട് അവർ നടപ്പിലാക്കിയിരിക്കണം. The lords had to do their jobs well and unsuccessful ones could be removed from their position. ആരൊക്കെയാണോ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നത് അവർക്കൊക്കെ നിലനിന്ന് പോവാം. ആരൊക്കെയാണോ ജോലിയിൽ മികവ് പുലർത്താത്തത് അവരൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടും. At the bottom of the ladder were conquered English അഥവാ common people of England or serfs who had to do what they were told or pay the price for their disobedience. എന്താണോ ഇവരോട് ചെയ്യാൻ പറയുന്നത്, ബോളിലുള്ളവർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കലാണ് സാധാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ കണക്കാക്കുന്നത് സേർവ്സ് എന്ന് വെച്ചാൽ അടിമകൾ, സ്ലേവ്സ്. അതേ അർത്ഥം തന്നെയാണ് സേർവ്സ് എന്ന് പറഞ്ഞാൽ. അത്തരത്തിലാണ് ഇംഗ്ലണ്ടിലെ സാധാരണ ജനങ്ങൾ അവർ കണക്കാക്കിയിരുന്നത്. They were treated harshly and there was always the constant threat of Norman soldiers being used against the English people wherever they lived. അപ്പോൾ ഈ നോർമൻ സോൾജിയേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഇംഗ്ലീഷ് പീപ്പിളിനെ എപ്പോഴും നിരന്തരം ആക്രമിക്കലാണ് ഇവരുടെ പ്രധാന ഹോബി എന്ന് പറയും. അപ്പം ഇത്രയുമാണ് ഫ്യൂഡലിസത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഒരു ഹയരാർക്കിക്കൽ ഓർഡറാണ്. കിങ് ഏറ്റവും മുകളിൽ. കിങ്ങിന് കിട്ടിയത് ഈ എൻറ്റയർ ഇംഗ്ലണ്ട് കിങ്ങിൻ്റെയാണ്. അത് കിങ് നോബിൾ ഗ്രൂപ്പിന് വീതിച്ചു കൊടുക്കും. അവരെ വിളിക്കുന്ന പേരാണ് ടെനന്റ് ഇൻ ചീഫ് അഥവാ ബാരോൺ, ഏൾ, ഡ്യൂക്ക്. അവർക്ക് കിട്ടുന്നതിൽ നിന്ന് അവർ ഒരു സ്റ്റാൻഡിങ് ആർമിയെ നിലനിർത്തും. രാജാവിന് എപ്പോൾ ആർമി ആവശ്യം വരുന്നോ അതും കൊടുക്കണം, പ്ലസ് ടാക്സും കളക്ട് ചെയ്ത് രാജാവിനെ ഏൽപ്പിക്കണം. നോബിൾസ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ടെനന്റ് ഇൻ ചീഫ് അയാൾക്ക് കിട്ടിയ ലാൻഡിനെ സബ് ഡിവൈഡ് ചെയ്യും. ഓരോ ലാൻഡ് ഏരിയ ഓരോ നൈറ്റ്സിനെ ഏൽപ്പിക്കും. നൈറ്റ്സ് എന്ത് ചെയ്യണം, നൈറ്റ്സ് ബാരോണിനോട് അല്ലെങ്കിൽ ഏളിനോട്, ഡ്യൂക്കിനോട്, ടെനന്റ് ഇൻ ചീഫിനോട്, നോബിൾസിനോട് വിധേയമുള്ള ആളായിരിക്കണം. അയാളും ആർമിയെ നിലനിർത്തണം. ആർമി ആവശ്യമുള്ളപ്പോൾ ടെനന്റ് ഇൻ ചീഫിന് കൊടുക്കണം. ടാക്സ് കളക്ട് ചെയ്ത് ടെനന്റ് ഇൻ ചീഫിനെ ഏൽപ്പിക്കണം. ഇവരൊക്കെ പറയുന്നത് എന്തോ അത് ചെയ്യലാണ് സാധാരണക്കാരായിട്ടുള്ള ഇംഗ്ലണ്ടിലെ ആളുകളുടെ, കോമൺ പീപ്പിളിനുള്ള ജോലി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നൊരു രീതിയാണ്. പക്ഷെ എല്ലാത്തിൻ്റെയും മുകളിൽ അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത് വില്യം ദ കോൺക്കറർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ അഡ്വാൻറ്റേജ് പൂർണ്ണമായിട്ട് എടുക്കാനും അതിലൂടെ കിട്ടുന്ന പൈസ അദ്ദേഹത്തിൻ്റെതായിട്ട് സ്വരൂപിച്ച് വെക്കാനും അതിലൂടെ ഇംഗ്ലണ്ടിലെ ജനങ്ങളെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിർത്താനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓത്ത് ഓഫ് സാലിസ്ബറി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഡൂംസ് ഡേ ബുക്ക് എന്താണ്, ഏൾ അഥവാ ഏൾഡോം. ഏൾഡോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൾസ് താമസിക്കുന്ന കാസിലിനെ വിളിക്കുന്ന പേരാണ് ഏൾഡോം എന്ന് പറയുന്നത്. ഈ ഏൾഡോം എന്താണെന്നുള്ളതും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.